സഹോദരന്മാരെ, നമ്മളെ ഈ സ്വാമിജിനെ എല്ലാവർക്കും അറിയാലോ. ഈ സ്വാമിജി നല്ല മൂഡിലാ. ഇദ്ദേഹം പറഞ്ഞതൊന്ന് കേൾക്കണ്ടേ? ഒന്ന് കേട്ടിട്ട് ബാക്കി പറയാ. കേൾക്കാൻ പറ്റൂല. മനുഷ്യത്വമുള്ളവർക്ക് ഇങ്ങനെയുള്ള കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നും. എന്നാലും കേൾക്കാണ്ടിരിക്കണ്ട. ഒന്ന് കേട്ടോക്കിയ ഇദ്ദേഹം പറയുന്ന, ഈ സ്വാമിജി പറയുന്നത് ഒന്ന് കേൾക്ക്. ഇപ്പൊ നിങ്ങള് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ അവർകളെ, ഞങ്ങൾക്കൊക്കെ അദ്ദേഹം മഹാനാണ്, ദൈവതുല്യാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പരമ്പരയിൽ ഇപ്പോൾ ഇരിക്കുന്ന അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ അദ്ദേഹത്തെ വലിച്ചു വരാൻ നോക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പാണക്കാട്ട മരപ്പട്ടികളുണ്ടല്ലോ, പാണക്കാട്ട പേപ്പട്ടികളുണ്ടല്ലോ, അവർ കാണിക്കുന്ന പോലെ പല മുഖമുള്ള മനുഷ്യനല്ല വെള്ളാപ്പള്ളി നടേശൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സ്വാമിജിയെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഭാഷകൾ ഉപയോഗിച്ചിട്ട് ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുമ്പോൾ എത്രമാത്രം ഏടി എത്തി നിൽക്കുക. നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യമല്ലേ ഇതല്ലോ. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം ധരിച്ച ഈ വസ്ത്രമില്ലേ, കാഷായ വസ്ത്രത്തിനുള്ള ബഹുമാനങ്ങളും അദ്ദേഹം കൊടുക്കണ്ടേ? ഇനിയിപ്പം പറയും കാഷായ വസ്ത്രമല്ല, ചുവന്ന വസ്ത്രമാണ്. ആയിക്കോട്ടെ, എന്നാൽ അദ്ദേഹത്തിന്റെ പേരിന് മുമ്പ് ഒരു സ്വാമിജി എന്നുണ്ടല്ലോ, അതിനുള്ളൊരു ബഹുമാനം നമ്മളെല്ലാം കൽപ്പിക്കുന്നില്ലേ? വ്യക്തിക്കല്ലാലോ, ഇദ്ദേഹത്തെല്ലാലും നമ്മൾ ബഹുമാനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേരിന് മുമ്പുള്ള ആ സ്വാമിജി ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്നുള്ള ആൾക്കാണല്ലോ നമ്മളെല്ലാം ബഹുമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ വായിന്ന് വരുന്ന കോലം കണ്ടില്ലേ നിങ്ങൾ? ഏടി എത്തി നമ്മളെ കേരളത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനെല്ലാം ശക്തമായ നടപടികൾ എടുക്കണോ? ഇങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിൽ ചിത്രത വളർത്താൻ വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു നേതാവിനെ വളരെ മോശമായിട്ട് പട്ടിക്കും പൂച്ചക്കും തുല്യമായിട്ട് സംസാരിക്കുമ്പോ അത് മോശം തന്നെയല്ലേ? അതിനെതിരെ പ്രതികരിക്കണ്ടേ? ഓരോരുത്തരുടെ ബാധ്യതയല്ലേ? അദ്ദേഹത്തിന്റെ നേതാവിനെതിരെ ആരോ ഇതൊക്കെയോ പറഞ്ഞു. ഓക്കെ, അതിനെതിരെ അവരും എന്ത് ചെയ്തിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയെല്ലാം വന്നിട്ട് ഈ സ്വാമിജിയെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെയെല്ലാം വന്നിട്ട് പറയാവുക. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കി കൊടുത്ത വിഭാഗമാണ് ഈ വിഭാഗം. നമ്മൾ മനസ്സിലാക്കണം. ഇദ്ദേഹത്തിന്റെ ആദ്യാദ്യമുള്ള വീഡിയോകളിൽ മോദിക്കെതിരെയും അമിത്ഷാജിക്കെതിരെയുള്ള വീഡിയോകൾ ഇറക്കുന്ന സമയത്ത് വളരെ ആവേശം കൊണ്ട് പലരും ഇതെടുത്ത് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുക, ഇയാൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുത്ത്. ഇപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു മഹാപണ്ഡിതനെതിരെ, കേരളത്തിലൊരു മഹാപണ്ഡിതനെതിരെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ച സമയത്ത് ആ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് ഈ സമുദായത്തിൽപ്പെട്ട ഇപ്പം വിമർശിക്കപ്പെടുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എടുത്ത് ആഘോഷിക്കുന്നതിന് ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ടതും ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ എടുത്ത് ഷെയർ ചെയ്തത് ഏറ്റവും എടുത്തിട്ടത് പുറത്ത് നമ്മുടെ നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇവരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഓരോ ടൈറ്റിൽ എഴുതിയിട്ട് സ്വാമിജിക്കും മനസ്സിലായി, സ്വാമിജിയാണ് താരം, സ്വാമിജിയുടെ വാക്കുകൾ ഇങ്ങനെ എഴുതിയിട്ട് ഓരോ ടൈറ്റിൽ എഴുതിയിട്ടേനു ആ വീഡിയോകളെല്ലാം പ്രചരിപ്പിച്ചിന്. ഇപ്പൊ എന്തായി? സ്വന്തം നേതാവിനെയാണ് ഇത് പറയുന്നത്. നേതാവിനെ മാത്രമല്ല, കുടുംബത്തെ അടക്കോ ആക്ഷേപിക്കുക. ഇതിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റൂലല്ലോ. ഇങ്ങനെയുള്ള കാഷായ വസ്ത്രം ധരിക്കുന്നവരെ നമ്മൾ എന്തിനാ ബഹുമാനിക്കുന്നത്? അവരെ ആ വസ്ത്രത്തെയോ അവരുടെ മുമ്പിലുള്ള പേരിനെയല്ലേ നമ്മൾ ബഹുമാനിക്കുന്നത്. അത് ഇവർ ഇല്ലാണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. എന്ത് ചെയ്യാനാ? ആരോട് പറയാനാ? ഇനിയും തന്നെ പരസ്പരം എല്ലാ നേതാക്കന്മാർക്കും അണികളുണ്ട്. ഒരു നേതാവിനെ വിമർശിക്കുമ്പോൾ അവരെ അണികള് നമ്മൾ എന്ത് ചെയ്യൂ? വിമർശിക്കാൻ വേണ്ടി വരും. നമ്മളെ നേതാക്കന്മാരെയോ വിമർശിക്കാൻ വേണ്ടി വരും. അത് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ബോധം ഓരോരുത്തർക്കും ഉണ്ടാവണം. പലപ്പോഴും ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഈ കാന്തപുരത്തിനെയോ ഖലീൽ തങ്ങളിയോ അല്ലെങ്കിൽ പേരോട് ഉസ്താദിനെയോ ഇങ്ങനെയുള്ള നേതാക്കന്മാരെയൊന്നും ചീത്ത വിളിച്ചു കഴിഞ്ഞാലും ആരൊന്നും മുണ്ടൂല. അവർ മത്സരയിലേക്ക് വെക്കുക, ആടെത്തുമ്പോൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ആർന്ന് പിടിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കുക. എന്നാൽ മറ്റുള്ളവരങ്ങനെയല്ല. മറ്റുള്ളവർ ഇവിടെ തന്നെ അങ്ങ് തീർത്ത് കളിയും. അത് തീർക്കുമ്പോൾ കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഭാഷയിൽ അതിമോശമായ രീതിയിൽ ഇങ്ങനെ പറയുമുണ്ടല്ല, നമ്മളെ പോലത്തെ ആക്കുന്നില്ല, ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓരോ നേതാക്കന്മാർക്കും അണികളുണ്ട്. ഓരോ നേതാക്കന്മാരെ പറയുമ്പോൾ അവരവരുടെ അണികൾ എന്ത് ചെയ്യൂ? അതിന് പ്രതികരിക്കൂ. അവർക്ക് അത് ഇഷ്ടപ്പെടൂല. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ വടി കൊടുത്ത് അടിവാങ്ങാൻ വേണ്ടി നിൽക്കാണ്ടിരിക്കലാണ് ഹൈറ്. എന്തിനാണ് നമ്മൾ ഈ വടി കൊടുത്ത് അടിവാങ്ങാൻ നിൽക്കുന്നത്? ഈ സ്വാമിജി ഇദ്ദേഹത്തിന് റീച്ച് ഉണ്ടാക്കി കൊടുത്തത് നമ്മളെ പോലെയുള്ള ആൾക്കാരാണ്. അതുകൂടി മനസ്സിലാക്കണം. ഇദ്ദേഹത്തിനുള്ള യോജിച്ച പണിയാണോ? സത്യത്തിൽ ഇദ്ദേഹത്തോട് ഇങ്ങനെയൊന്നല്ല നമ്മൾ ഇതിന് പ്രതികരിക്കണ്ടേ, പക്ഷെ വേറെ രൂപത്തിലാണ്. പക്ഷെ ആ സംസ്കാരം നമ്മൾ പഠിച്ചിട്ടില്ല. ആ സംസ്കാരം ഇദ്ദേഹത്തും പഠിച്ച ആ സംസ്കാരം ഉണ്ടല്ലോ, അത് നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മാന്യമായ രീതിയിൽ എന്ത് ചെയ്യാ പറഞ്ഞു പോകുക തന്നെ ഉള്ളൂ. വളരെ മോശമായി പോയി അല്ലേ? പക്ഷെ ഇതിന് കാരണക്കാരായി അവരും ശ്രദ്ധിക്കണം. ഇനിയും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഞാൻ പലപ്പോഴുമായിട്ട് ലീഗിനെ വിമർശിക്കുന്ന എന്റെ വീഡിയോയിൽ 80% ലീഗിനെ വിമർശിച്ചായിരിക്കും. പക്ഷേ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവരും കേൾക്കുമ്പോണ്ടല്ല, ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി പറ്റൂല. ഒരു മനുഷ്യത്തുള്ള വിഭാഗത്തിന് അംഗീകരിക്കാൻ വേണ്ടി പറ്റൂല. എത്ര ആയാലും ഒരു വിഭാഗത്തെ, ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ അടക്കം അങ്ങ് പട്ടിക്കും പൂച്ചക്കും സമായിട്ട് അങ്ങ് ചിത്രീകരിച്ചിട്ട് കഥാപ്രസംഗം പറഞ്ഞിട്ട് പോകുമ്പോ ഇതൊന്നും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടാ.